സഖാവേ ഒരു തീപ്പെട്ടി തരുമോ? എന്തിന്? ഇതങ്ങ് കത്തിക്കാനാ. സഖാവേ ഒരു തീപ്പെട്ടി താന്നേ. ഉണ്ടെങ്കിൽ താ. സഖാവിന്റെ കസ്റ്റഡിയിലുണ്ട് തീപ്പെട്ടി. എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ അങ്ങ് നിയമസഭയിലൊക്കെ കത്തിക്കുന്നത്. ഉണ്ടെങ്കിൽ എടുക്കുന്നേ. ഇത് ഇനിയിപ്പൊ നമുക്ക് ആവശ്യമില്ല, അങ്ങ് കത്തിച്ചാളെ. അല്ല ശ്രീ അങ്ങ് നിങ്ങളങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് അങ്ങനെ അല്ല. ഇനിയിപ്പൊ ഈ PM ശ്രീ എന്തിനാ നമുക്ക്? ഇതിനി അങ്ങ് മോദിക്ക് തിരിച്ചു കൊടുത്താൽ അങ്ങേര് എന്നെ ചവിട്ടി പുറത്താക്കും. ഇനി അതിൽ നല്ല നമുക്ക് അങ്ങ് കത്തിച്ചു കളയാം. അതല്ലേ നല്ല. അതെന്തിനാ? അല്ല ഇനിയിപ്പൊ ഇത് നടക്കില്ലല്ലോ. അങ്ങനെ ആരാ പറഞ്ഞ? സഖാവേ അത് സഖാവ് ഒരു ചെറിയ കുട്ടിയോ പാവക്കുട്ടിയോ ഒന്നും അല്ലാന്ന് എനിക്കറിയാം. സഖാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആശയങ്ങൾ അതാത് സമയം അങ്ങ് നിയമസഭ വരെ കാണിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. ഇപ്പോഴെന്താ ഈ ശ്രീയിൽ ഇങ്ങനെ കിടന്നങ്ങ് തട്ടിക്കളിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ല. സഖാവിന് എന്ത് പറ്റിയത്? അപ്പൊ ഈ ആശയങ്ങളും നയങ്ങളും ഒക്കെ തോന്നുമ്പോ അങ്ങ് മാറ്റാനുള്ളതാണോ സഖാവേ? അത് എല്ലാം പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടിയും നമ്മുടെ ഇരട്ടച്ചങ്കരും തീരുമാനം എടുത്താൽ അതാണ് എന്റെ തീരുമാനം. എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൊക്കെ ഇത് നടത്തിക്കൂടായിരുന്നോ? ഇപ്പോൾ അങ്ങ് ബിനോയുടെ ആ വിശ്വരൂപം അങ്ങ് കാണിച്ചപ്പോ മനസ്സിലായാലോ? അങ്ങ് നാണം കെട്ടില്ലേ? പാർട്ടി തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിക്കുള്ളൂ. വെറുതെ എന്റെ സ്വഭാവം ഇതാക്കരുത്. അറിയാലോ, നിയമസഭയിൽ കണ്ടിട്ടുള്ളതാണല്ലോ. വേണ്ട, എനിക്കത് ആ ശ്രീ എനിക്ക് കാണണ്ട. എനിക്കത് കാണണ്ട. ഇപ്പൊ ഒന്നും പറയാനില്ലല്ലോ. ഇല്ല അല്ല ഇപ്പൊ ഈ PM ശ്രീ നടപ്പിലാക്കുവോ ഇല്ലേ? അത് എല്ലാം പാർട്ടിയുടെ തീരുമാനമാണ്. അത് എന്താ പറഞ്ഞ അപ്പൊ ഇത് നടപ്പിലാക്കുവോ ഇല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഒന്നറിയണം. അത് പാർട്ടിയും സംസ്ഥാന നേതാക്കളും ഇരട്ടച്ചങ്കരും തീരുമാനിക്കുന്നത് നടപ്പാക്കും. ഇരട്ടച്ചങ്കനല്ല, സ്വന്തം ചങ്ക് CPI അവിടെ കിടന്ന് നിലവിളിച്ച് ഇന്ന് വാരിക്കോരി തന്നിട്ട് പറഞ്ഞു ഒറിജിനൽ സഖാക്കന്മാരുടെ അടുക്കലൊന്നും ഇതൊന്നും നടപ്പിലാവില്ലെന്ന്. എന്നിട്ടിപ്പൊ എന്തായി? നടപ്പിലാക്കിയല്ലോ, സമാധാനമായല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? സഖാവ് എന്തെങ്കിലും ഒരു മറുപടി പറയുന്നുണ്ടോ ഇല്ലേ? അങ്ങനെ നിങ്ങളാണ്ട് വിചാരിക്കുമ്പോഴേക്കും എന്റെ വായെന്ന് വരുന്നു വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൊന്നും വേണ്ട. അപ്പൊ ഇനി ഇത് നമ്മുടെ മോദിജിക്ക് അങ്ങ് തിരികെ കൊടുക്കോ? അവിടെ എടുക്കുവോ? അത് ഇത് എങ്ങനെയാ സഖാവേ? ഇതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുത്ത് അങ്ങേര് ഇത് എടുക്കുവോ? പാർട്ടിയുടെ തീരുമാനം എന്റെ തീരുമാനം. എന്റെ സഖാവേ, പാർട്ടി പറയുന്നേ ഇത് എന്തോരോ ഉപസമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ അന്വേഷണം. എല്ലാത്തിനും നിങ്ങൾക്കങ്ങ് അന്വേഷിച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ളവരാണല്ലോ ഇങ്ങനെ നടക്കേണ്ടുന്നത്. ബേബിക്കുഞ്ഞാണെങ്കിൽ കൊണ്ട് ഒരു കത്ത് വായിച്ചിട്ടുണ്ട് രാജയ്ക്ക്. രാജ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ ഒരു ഉപസമിതി അങ്ങ് വെക്കുക. ഈ ഉപസമിതി എന്താണ് സഖാവേ? ഇതൊന്നും പഠിക്കാതെ കാണാതൊക്കെയാണോ സഖാവ് അങ്ങ് കയറി ഒപ്പിടുന്നത്? നമുക്ക് പാർട്ടിയാണ് മുഖ്യം. പാർട്ടിയാണ് മുഖ്യം. എന്നിട്ടിപ്പൊ സഖാവ് ഇങ്ങനെ ഒന്നും പറയാതെ ഇതും വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സഖാവ് നാണം കെട്ടി. ഇനി എന്ത് ചെയ്യും? ഇനി ഈ ജനങ്ങളോട് എന്ത് പറയും നമ്മള്? ഇനി ശ്രീയെ കേരളത്തിൽ കൊണ്ടുവരണോ വേണ്ടായോ? സഖാവും ശ്രീയും കൂടി ഇപ്പൊ കിടന്ന് വലഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇത് കേരളത്തിൽ കൊണ്ടുവരുവോ ഇല്ലേ? ശ്രീ വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ലല്ലോ. അടുത്ത വല്ല പ്ലാനും ഉണ്ടോ? പ്ലാൻ B? ശ്രീ വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ലല്ലോ. തിരുത്തലുകളല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തിരുത്തലുകൾ വരും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഗെയിമിൽ ഇറങ്ങി ഇനി അതിലങ്ങ് കളിക്കാതെ ഇരുന്നാൽ വധിക്കുക എന്നൊരു സംഗതി. ഇനി മോദി വധമായിരിക്കും. അതൊന്നും ഇല്ലേ? ഈ ധാരണാപത്രം ഒന്നീ നിങ്ങൾ കത്തിച്ചു കളയ എവിടെ ഇട്ട്, അല്ലെങ്കിൽ ഇത് തിരികെ കൊടുക്കാം. അതെ, മറ്റേ പഠിത്തമൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല, അതായത് എല്ലാം ഒന്നും ഞങ്ങൾ നടപ്പിലാക്കത്തില്ല, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന്, പക്ഷെ ഞങ്ങൾക്ക് പണം വേണം ബിഗിലെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോദിയുടെ അടുത്തോട്ട് ചെല്ല്. ഇരട്ടച്ചങ്ങനല്ല, അത് തീക്കാനല്ല, അത് അണുബോംബ്. ഇനി നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്കൊക്കെ ശരിക്കും എന്താണ് പറ്റിയത്? അത് ഇരട്ടച്ചങ്ങൻ എന്ത് ചെയ്യും? ഇപ്പൊ എവിടെ പോയി? വരും. എപ്പോ വരും? ഇരട്ടച്ചങ്ങൻ വരും. എല്ലാം ശരിയാവും. അങ്ങ് ഒമാനി പോയത് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുക. അറിഞ്ഞില്ലയോ? കാളയെടുത്ത് ഇത് മറ്റേ ക്ഷേത്രത്തിന്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട്
അതായത് ഉള്ള ഇവിടുത്തെ സഖാക്കന്മാർക്കില്ലാത്ത ബോധം ഒമാനിലുണ്ടായി, അവിടുത്തെ രാജാവിനുണ്ടായി. അതായത് എന്തിനാ കാളയൊക്കെ, അതായത് ഹിന്ദു സമുദായത്തിൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ആചാരമാണ് കാളയെ എഴുന്നേൽപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഉത്സവത്തിന്റെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ ആചാരം എടുത്ത് അവിടൊക്കെ മലക്കം മറിഞ്ഞു. ഇപ്പൊ എന്താണ് രാജാവ് പറഞ്ഞേ, ഇമാതിരി ചട്ട പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന്. അത് കിട്ടിക്കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ ഇരട്ടച്ചങ്ക ഇരിക്കുന്നത്. അതാ ഇപ്പൊ എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ ഒരു പ്ലാൻ ബി എന്തായാലും മനസ്സിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഈ സ്ത്രീയെ എടുത്ത് പൊക്കി നാണം കെട്ട് ഇനി പൊക്കിയത് താഴെ വെക്കാനും വയ്യ, ചങ്കിനെ അതായത് CPA കളയാനും വയ്യ. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതായത് ജനത്തിന്റെ അടുത്ത് മോദി പഠിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ സഖാക്കൾ പഠിക്കത്തൊന്നുമില്ല, അങ്ങ് വരുത്തി കേന്ദ്രത്തിനോട് അങ്ങ് പറയുക, പുതിയൊരു നയം കൊണ്ടുവരിക. എന്നിട്ട് ചങ്കിനൊരു ആശ്വാസവും, അതായത് നമ്മുടെ CPM എല്ലാം ഞങ്ങൾ പറഞ്ഞ എല്ലാം നടപ്പിലാക്കിയല്ലോ, അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, പിന്നെ ഇനിയിപ്പോ തൽക്കാലത്തേക്ക് എല്ലാം അങ്ങ് മറച്ചു വെക്കുക. കാരണം 6 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്നു, ഞങ്ങൾക്ക് പണവും വേണം, പണമാണല്ലോ എല്ലാം മുഖ്യം. അതെ, നിങ്ങൾ ഇങ്ങനെ കൊണകൊണങ്ങൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് സഖാക്കൊക്കെ അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും കയറി പറയുന്നതാണെങ്കിൽ അതൊന്നും വിചാരിക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് പാർട്ടിയാണ് മുഖ്യം. CPIക്ക് ഇഷ്ടമല്ല, ഞങ്ങളത് CPIക്ക് ഇഷ്ടമല്ലാത്തല്ല, ചങ്കും മനസ്സ് പൊട്ടി ആ വിശ്വത്തിന്റെ വിശ്വരൂപം കാണിച്ച്, എന്നിട്ട് നിങ്ങൾ ഇതിന്ന് പിന്നോട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കുമെന്ന് പറഞ്ഞ ആൾക്കാരാ. ഇപ്പൊ എന്തായി, എല്ലാം കൂടെ വളഞ്ഞു കൂടി ഞങ്ങളെല്ലാം കൂടെ വന്ന് ചുരുട്ടിയപ്പോ അങ്ങ് ചുരുണ്ടുപോയി. എന്താണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, ഇനി ഇതിന്ന് ഞങ്ങൾ പിന്മാറാൻ ശ്രമിക്കാന്ന്. ഒരു പത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്മാറാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് എവിടുത്തെ ന്യായാണ്? അത് ചിലപ്പോ ഇതിന്റെ ഒരു കോപ്പി അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ചിലപ്പോ പിന്മാറില്ല. അത് തന്നെ, അതായത് ജനത്തിന്റെ മുമ്പില് പിന്മാറും എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് മുക്കും. അതായത് CPI നാണം കെടത്തില്ല, CPM നാണം കെടത്തില്ല, സഹോദരങ്ങൾ നാണം കെടത്തില്ല, വിഡ്ഢികള്. മനസ്സിലായി? കൂടുതൽ ശ്രീയൊന്നും കാണിക്കണ്ട.